കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരുതലും സ്നേഹവും നമ്മളെ അറിയുവാൻ, അത് രുചിച്ചറിയാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. യേശുവിനോട് കൂടെയുള്ള ജീവിതം അത്ര സൗഭാഗ്യമാണ്. യേശുവിൻ്റെ കൂടെ നടക്കുക, യേശുവിനെ നമ്മുടെ ഉള്ളിലാക്കുക, യേശുവിൽ നമ്മൾ ജീവിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്യും. യേശുവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ജീവനുള്ള ദൈവം നമ്മുടെ ദൈവം, തകർച്ചകൾ വരാതെ സൂക്ഷിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന കർത്താവ്. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ വഹിച്ച് സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ വഹിച്ച് സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എന്നും ഇന്ന് രാവിലെയും ഇന്നലകളിൽ മാത്രമല്ല ഇന്നും നാളുകളിലും അതൊരു അനുഗ്രഹമാകട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടതയില്ലാത്ത ആരുമില്ല, പോരാട്ടമില്ലാത്ത ആരുമില്ല. മനുഷ്യനായി ജനിച്ച സകല മനുഷ്യർക്കും ജനിച്ചു വീണ കുഞ്ഞു മുതൽ പ്രായാധിക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് വരെ കഷ്ടതയുണ്ട്. പ്രായം ചെന്ന ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കളോട് ചോദിക്കണം, കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. അവർ വാതോരാതെ പറയും, കണ്ണ് നിറഞ്ഞു പറയും, തകർന്ന ഹൃദയത്തോടെ പറയും അവർ കടന്നുപോയ വഴികളെക്കുറിച്ച്. പ്രിയരെ, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ ശ്രേഷ്ഠമാണ്. കർത്താവ് കഷ്ടതയിൽ നമ്മെ കൈവിടത്തില്ല. ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല. തക്ക സമയത്ത് വേണ്ടതെല്ലാം കരുതി തരും. ഒരപ്പൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതുന്നത് പോലെ, നിക്ഷേപിക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി നിക്ഷേപിക്കും. കർത്താവ് നമുക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കും. അതുകൊണ്ട് കഷ്ടതയിൽ നിങ്ങൾ പേടിച്ചു പോകരുത്. ജീവിതത്തിൽ കഷ്ടത വന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ അവസാനമായി എന്നല്ല അതിനർത്ഥം. ജീവിതത്തിൽ കഷ്ടത വന്നു എന്നതുകൊണ്ട് നിങ്ങൾ തീർന്നു എന്നുള്ളതല്ല അതിനർത്ഥം. നിങ്ങൾ എവിടെ തീർന്നെന്ന് തോന്നുന്നോ, എവിടെ അവസാനിച്ചെന്ന് തോന്നുന്നോ, അവിടെ ദൈവത്തിൻ്റെ കരുതലും അവിടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്ന് പോകരുത്. ഇന്ന് വേദചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നിന്നാണ്. ആ വാക്യം നമുക്ക് ബൈഹാർട്ടാണ്. ഒരുപക്ഷെ ഒത്തിരി ധാരാളം പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡികൾ ഒക്കെ നിങ്ങൾക്ക് ആ വാക്യത്തിൽ കിട്ടിയിട്ടുണ്ടാകാം. ഇതിനോടകം നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളിലൊക്കെ ഒട്ടനവധി പ്രാവശ്യം ദൈവദാസന്മാർ സംസാരിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് ഈ യോഹന്നാൻ 16:33. വാക്യം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കാണ്, ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ കഷ്ടത നേരിട്ടത്, യേശുവിനും കഷ്ടത നേരിട്ടു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏതൊക്കെ കഷ്ടം അനുഭവിക്കുമോ, ഏതൊക്കെ നിലയിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുമോ, അതെല്ലാം തൊട്ട് രുചിച്ചറിഞ്ഞ യേശു ഈ ഭൂമിയിൽ നിന്ന് പോയത്. മനുഷ്യർക്ക് നേരിട്ട എല്ലാ പരീക്ഷകളും, മനുഷ്യർക്ക് നേരിട്ട എല്ലാ കഷ്ടതകളും ഈ യേശു കർത്താവ് അനുഭവിച്ച് അറിഞ്ഞു. നാം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടതകൾ, നാം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരസ്കരണങ്ങൾ, അപമാനങ്ങൾ യേശു സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടാൻ, നമ്മുടെ ശാപങ്ങൾ നീക്കാൻ, നമ്മളെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും പിടിച്ച് പാറമേൽ നിർത്തേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്,
നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. ഇന്ന് രാവിലെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇന്നത്തെ സന്ദേശം വെറും ഒരു സന്ദേശമല്ല, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് യേശു കർത്താവ് പറയുകയാണ്, കഷ്ടം നിമിത്തം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഷ്ടം നിമിത്തം നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഷ്ടനിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, യേശു അപ്പച്ച ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഗ്രേസ് ടിവിയുടെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയുകയാണ്, ഈ ലോകത്തിലെ കഷ്ടത്തിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഈ ലോകത്തിലെ കഷ്ടത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നേരിടുമ്പോൾ ഞാൻ തകർന്നു, എനിക്ക് ജീവിതമില്ല, ഇനി എനിക്ക് മരിക്കണം, ജീവിക്കണ്ട എന്ന് നിങ്ങൾ പറയരുത്. പകരം നിങ്ങളെ ഈ ലോകത്തിൽ അയച്ചവൻ പറയുകയാണ്, ഞാൻ ആ ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ കണ്ട് പേടിക്കണ്ട. ലോകത്തിലെ നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ കണ്ട് നിങ്ങൾ ബേജാറാവണ്ട. കാരണം യേശു നമുക്ക് മുന്നമേ, നമ്മൾ ജനിക്കുന്നതിന് മുന്നമേ, 2025 വർഷങ്ങൾക്ക് മുന്നമേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർന്ന് ഞുറുങ്ങി മുറിവേറ്റ് ചോരധാരിയായി ക്രൂശുമെടുത്ത് ആണികളാൽ അടിക്കപ്പെട്ട്, നോക്കുക, മുൾക്കിരീടം അണിഞ്ഞ് സ്വന്തം തോളോട് തോള് ചായ്ച്ച് കണ്ടം ഉഴുതുമറിക്കുന്ന പോലെ ശരീരാവസ്ഥനായി പ്രാണനെ വിട്ട് കഷ്ടത്തെ ജയിച്ച് ഈ ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, നിങ്ങൾ ഈ ലോകത്തിലെ പ്രതിസന്ധികളെ, വേദനകളെ കണ്ട് ഭയക്കാനുള്ളവരല്ല, നിങ്ങൾ തോറ്റുപോകാനുള്ളവരല്ല. നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സമാധാനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി ശക്തമായി പറയുക, നിങ്ങൾ ഭാരപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച ജയവീരനായ ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത്. യേശു തൻ്റെ ജീവിതത്തിൽ താൻ ആരെയൊക്കെ വിളിച്ചു ചേർത്ത് അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടോ? അതുമാത്രമല്ല, ഒരു മനുഷ്യനോടും യേശു നിങ്ങൾ എന്നെ അനുഗമിക്ക്, കഷ്ടതയില്ലാത്ത ഒരു ജീവിതം, വേദനയില്ലാത്ത ഒരു ജീവിതം, ദുഃഖവും പരിവട്ടവും ഇല്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു ജീവിതം തരാമെന്ന് ഞാൻ ഈ പുസ്തകം പഠിച്ചിട്ട് എങ്ങും കണ്ടിട്ടില്ല. എന്നെ അനുഗമിക്ക്, നിൻ്റെ വീട്ടിൽ ഒരു 10 കോടി രൂപ ആമേൻ വരും എന്ന് പറഞ്ഞ ഒരാളെയും യേശു എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. മീൻ പിടിച്ചുകൊണ്ടിരുന്ന, നല്ല വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന, കടലിൽ നല്ല ഒരു ശേഷിപ്പ് അനുഭവിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, എന്നെ അനുഗമിക്കെന്നാണ് പറഞ്ഞ്. യേശുവിൻ്റെ കൂടെയുള്ള 12 ശിഷ്യന്മാരും വിവിധ പൊസിഷനുകളിൽ അറിയപ്പെട്ടവരാണ്, ഇരുന്നവരാണ്, അവർ ജോലി ചെയ്തവരാണ്. പക്ഷെ അവിടെ നിന്നും 1 രൂപ ശമ്പളം പോലും ഇല്ലാത്ത ഒരു മേഖലയിലേക്കാണ് സത്യത്തിൽ യേശു വിളിച്ചു ചേർത്തത്. യേശു അവിടെ എല്ലാ മാസവും പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്ന ആ ചിന്തയിലേക്ക് നിങ്ങളൊന്ന് വന്നേ. 12 ശിഷ്യന്മാർക്ക് എവിടെയെങ്കിലും യേശു കർത്താവ് എന്നാൽ ഈ മാസത്തെ ശമ്പളം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പത്രോസിനെ, യോഹന്നാനെ, അന്ത്രയോസിനെ വിളിച്ചു കൊടുത്തോ? ഇല്ല. യേശു അവിടെ സാലറിക്കല്ല, യേശുവിൻ്റെ കൂടെ കഷ്ടം സഹിക്കാനും ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാനും കഷ്ടതയിൽ കൂടെ ജീവിക്കാനുമായി യേശു നല്ല പൊസിഷനിൽ ഇരുന്ന ആളുകളെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നത്. ശൗലിനെ നിങ്ങൾ നോക്കൂ, നല്ല പൊസിഷനിൽ ഇരുന്ന ഒരാളാണ്. പക്ഷെ അതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണി യേശുവിൻ്റെ കൂടെ ചേർന്നത് ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയിൽ നിങ്ങൾ തകർന്നു പോകല്ലേ, ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകല്ലേ. ഈ മാർഗം കഷ്ടതയുടെ മാർഗമാ, ഈ മാർഗം വേദനയുടെ മാർഗമാ. പക്ഷേ ചിലർ പഠിപ്പിക്കുന്നുണ്ട്, ഈ യേശുവിനെ കണ്ടാൽ നിങ്ങൾക്ക് ഇനി കഷ്ടതയില്ല, രോഗമില്ല, വേദനയില്ല, സമൃദ്ധിയായിരിക്കും, അഭിവൃദ്ധിയായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാനിന്ന് രാവിലെ ഒരു കാര്യം പറയാം, ജീവിതത്തിൽ ഇതൊക്കെ കയറി വരും. പക്ഷേ അതിനെ അതിജീവിക്കുന്നൊരു ദൈവശക്തി, അതിനെ
അതിനെ തരണം ചെയ്യാനുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് പുറമേ നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല, നമ്മൾ പതറിപ്പോകത്തില്ല. കാരണം ഈ ലോകത്തിലുള്ളവനേക്കാൾ അധികമായ ഒരുവനാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് എനിക്കൊരു ദൃഢനിശ്ചയമുണ്ട്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ജീവനുള്ള ആത്മാവാണെന്ന്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവശക്തി അത് അളവറ്റതാണെന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ടാണ്, അത് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലെ കഷ്ടം ഞാൻ സാരമാക്കാത്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് പറയാം, യേശു കഷ്ടപ്പാടില്ലാത്ത ജീവിതം ആർക്കും പ്രോമിസ് ചെയ്തിട്ടില്ല. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 16:33 വായിച്ചത്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. നിങ്ങൾ ആ വചനം എടുത്ത് നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ 16-ാം അധ്യായം എടുത്ത് 33-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കൂ. ഈ ദൈവദാസൻ അല്ലെങ്കിൽ ഈ ബ്രദർ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ല ഇനി എന്നല്ല, നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുത്തനൊഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. യൂദാസ് വേറെ വഴിയെ പോയി, അവൻ്റെ കാര്യം യൂദാസിൻ്റെ കാര്യം ചിന്തിക്കേണ്ട. ബാക്കി 11 പേരിൽ ഒരുവനൊഴിച്ച് ബാക്കി എല്ലാവരും, അതായത് 10 പേരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നാൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. യേശുവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഒരുപക്ഷെ അത് രോഗം വർദ്ധിപ്പിക്കുകയായിരിക്കും, ഒരുപക്ഷെ കടം കൂടുകയായിരിക്കും, ഒരുപക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചില പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ യേശുവിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊക്കെ അവസാനം ഫെയിലർ അല്ല, തകർച്ചയല്ല, മരണമല്ല, ജയമാണ് എന്നുള്ള കാര്യം മറക്കരുത്. എത്രയോ പേര്, കോടിക്കണക്കിന് രൂപ കടമുള്ള എത്രയോ പേര് ഈ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അവരുടെ കടമെല്ലാം കർത്താവ് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്നത്? 50 ലക്ഷത്തിലധികം രൂപ കടം വന്ന ഒരു പാപം പിടിച്ച ദൈവദാസനാണ് ഞാൻ. 1-2 രൂപയല്ല, 50 ലക്ഷം രൂപയിലധികം. പക്ഷെ ആ ലക്ഷം രൂപ ദൈവം എൻ്റെ വീട്ടിൽ തന്നത് എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ സഹോദരങ്ങളിൽ നിന്നോ എൻ്റെ മാതാപിതാക്കളിൽ നിന്നോ എൻ്റെ വൈഫിൻ്റെ ആ ഷെയറൊന്നും അല്ല എൻ്റെ കടം വീടിയത്. ഈ വചനം പ്രസംഗിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് ദൈവം വേദികളിലേക്ക്, രാജ്യങ്ങൾ തൊട്ട് രാജ്യങ്ങളിലേക്കും അയച്ച് ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ നിറവേറി അങ്ങയുടെ ദാസന നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ, മിനിസ്ട്രി ചെയ്യുമ്പോൾ ജീവിതത്തിൽ കയറി വന്ന കഷ്ടതയ്ക്ക് പരിഹാരം വരുത്താൻ യേശു എനിക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള ദൈവമക്കളെ ഉപയോഗിച്ചാണ് എൻ്റെ കടം കർത്താവ് വീട്ടിൽ തന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം, ഞാൻ തകർന്നു പോകേണ്ടവനാ. ഒരു സാധാരണ സുവിശേഷകനായ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ലക്ഷം രൂപ കടം വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ അതിനെ ഓവർകം ചെയ്യും? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ കൈയും കാലും ഇട്ടടിച്ചാൽ എൻ്റെ വിഷയത്തിന് പരിഹാരം എനിക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫിക്സഡ് വരുമാനമുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ അവസ്ഥകൾ എൻ്റെ സാഹചര്യങ്ങൾ തിരിച്ച് അറിഞ്ഞ എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തിയെന്ന്. അതുകൊണ്ട് യേശു കർത്താവ് പറയുക, ഇന്ന് രാവിലെ ആരെങ്കിലും കടഭാരത്താൽ കഴിയുന്നവരുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ട്, കടഭാരമുള്ളൊരു എഴുതിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഞെരുക്കങ്ങൾ വരാം, കഷ്ടത വരാം. എനിക്കൊരു സഹോദരനെ അറിയാം, ഒത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. നല്ല പണിയും നല്ല ശമ്പളം ഉള്ളപ്പോൾ ഏതാണ്ട് 1 കോടി രൂപയോളം വരുന്ന ഒരു നല്ലൊരു വീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്തു. ഇപ്പോൾ വീടിൻ്റെ ആ
ആ അടവ് പോലും, വീടിൻ്റെ ആ ലോൺ പോലും അടയ്ക്കാൻ പറ്റാത്ത, കാറിൻ്റെ CC അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ എപ്പോൾ സംസാരിച്ചാലും ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു ഞെരുക്കത്തിൻ്റെ കഥ. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എന്തിനാ ഞാൻ കർത്താവിനെ കണ്ടത്, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി. അത്രയും പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ കൂടെ, തൻ്റെ വൈഫിൻ്റെ കൂടെ എത്രയോ വട്ടം ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ആ വ്യക്തി ദൈവസന്നിധിയിൽ നന്ദി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശ്നമില്ലാഞ്ഞിട്ടാണോ, കടമില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷേ യേശു തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആ കഷ്ടതയെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കൃപ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത്, നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന. അപ്പം സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശു വരണം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് തൊട്ടടുത്ത മാവേലി സ്റ്റോറിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ലുലു മാളിലോ ഒന്നും കിട്ടുന്നതല്ല ഈ സമാധാനം എന്ന് പറയുന്നത്. നമുക്ക് വസ്ത്രം കാശ് കൊടുത്ത് നമുക്ക് വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ലുലു മാൾ പോലെയുള്ള വലിയ മാളുകളിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തുണിക്കടയിൽ പോയാൽ നമുക്ക് വസ്ത്രം വാങ്ങിക്കാം. നമുക്കിപ്പോൾ ഒരു ആഹാരം കഴിക്കണമെന്നോ, ഒരു ടേസ്റ്റുള്ള ആഹാരം കഴിക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്ന വിഭവം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ പണമുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എറണാകുളത്തോ കോട്ടയത്തോ തൃശ്ശൂരോ അങ്ങ് പാലക്കാട് വരെ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോയി ആ ഫുഡ് കഴിച്ചിട്ട് വരാം, അല്ലേ? ഇപ്പം നമുക്ക് നല്ലൊരു മന്തി കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം മന്തിക്കട ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു പൊറോട്ടയും ചിക്കനും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി തട്ടുകടയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഫുഡിന് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓടിച്ചല്ല. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വാങ്ങാം, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വസ്ത്രം വാങ്ങാം, പൈസ ഉണ്ടെങ്കിൽ നിലവിലുള്ള വണ്ടി വിറ്റ് അടുത്ത വണ്ടി വാങ്ങാം, പൈസ ഉണ്ടെങ്കിൽ പുതിയ വീട് വെക്കാം, പൈസ ഉണ്ടെങ്കിൽ നിൻ്റെ മക്കളെ പഠിപ്പിച്ച് എൻജിനീയർ ആക്കാം, ഡോക്ടറാക്കാം, അതിനപ്പുറത്ത് എന്തെങ്കിലും പഠനമുണ്ടെങ്കിൽ അതെല്ലാം ആക്കാം. പൈസ ഉണ്ടെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലം കൂടെ വാങ്ങിച്ചിടാം. പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്ത? എല്ലാം നടക്കും. പക്ഷെ ഒന്ന് മാത്രം കിട്ടത്തില്ല, സമാധാനം. പൈസ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനം കിട്ടത്തില്ല, വാങ്ങിക്കാൻ പറ്റത്തില്ല. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാര്യം അല്ല ഇത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വേണമെങ്കിൽ നമ്മൾ യേശുവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ വസിക്കുന്നെങ്കിൽ ലോകത്തിലേത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകത്തില്ല. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത് യേശു ഉള്ളത് കൊണ്ടാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം കാണില്ലായിരുന്നു, തകർന്നു പോയനേമായിരുന്നു. ഒരു പാപം പിടിച്ചെന്ന് പറഞ്ഞാൽ സാധുവായ എന്നല്ല ഉദ്ദേശിച്ച, പിശാച് പിടിച്ച പാവം കയറിയ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഒരു സ്വസ്ഥതയില്ലാത്ത വീട്ടിൽ കലഹങ്ങളും വഴക്കുകളും അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും യേശുവിനെ മുട്ടിയപ്പോൾ, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ അവർ കർത്താവിനെ കണ്ടപ്പോൾ ആചാരങ്ങളും വഴിപാടുകളും ഒക്കെ നിർത്തിയിട്ട് യേശു രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റു പറഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിൽ സമാധാനം വന്നപ്പോൾ, അവരുടെ സന്തതികളായ ഞങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും ഈ സൗഭാഗ്യം, ഈ കൃപ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ കർത്താവ് ഇന്ന് വരെ നടത്തിയത് യേശു ഞങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സ്നേഹിതരെ, നിങ്ങളെ ഞാൻ തട്ടി വിളിച്ച് തോളെ തട്ടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുപക്ഷത്ത് പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന ആളുകളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കട്ടളക്കാലിൽ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വച്ചിട്ട് നമ്മളൊരിക്കലും രക്ഷപ്പെടത്തില്ല. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. പണ്ട് മാരാമണ്ണ് കൺവെൻഷന് പോകുമ്പോഴും കുമ്പനാട് കൺവെൻഷന് പോകുമ്പോഴും അതുപോലെ തന്നെയുള്ള കൺവെൻഷനുകളിൽ പോകുമ്പോൾ ഒരു നെയിം ബോർഡ് പോലെ ഒരു ബോർഡ് നമുക്ക് കിട്ടുമായിരുന്നു.
നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ കാണത്തില്ലായിരിക്കാം, ചില പഴയ വീടുകളിൽ കാണും, ഇപ്പോൾ അതൊന്നും കാണത്തില്ല. എന്താണ്? ഒരു തകരത്തിൽ ഇത് പെയിന്റ് വെച്ച് എഴുതി, അല്ലെങ്കിൽ പിന്നീട് അത് കുറച്ചുകൂടെ മാറിയപ്പോൾ അത് ഫൈബറിലൊക്കെ ആയി, പിന്നെ അത് കാർഡിലൊക്കെ ആയി, അങ്ങനെയൊക്കെ എഴുതി വെച്ച ഒരു വാക്യ ബോർഡ് അല്ലെങ്കിൽ ഒരു ബോർഡ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടില്ലേ? ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് പറഞ്ഞു. പണ്ട് ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഉമ്മരത്തുണ്ടായിരുന്നു, ഞാൻ വളർന്ന എൻ്റെ വീടിൻ്റെ ഉമ്മരത്തുണ്ടായിരുന്നു ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. പക്ഷേ വീടിനകത്തൊരു സ്വസ്ഥതയില്ല, വീടിനകത്തൊരു സമാധാനമില്ല. എന്താ കാര്യം? പുറത്ത് എഴുതി വയ്ക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തു വീടിൻ്റെ കട്ടള കാലിൽ ഇവിടെ ഉണ്ടെന്ന് എഴുതി വെക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് വെച്ചോ നിങ്ങൾ, അത് വെക്കേണ്ടെന്ന് പറയുന്നില്ല. ഇന്ന് രാവിലെ അത് ആരും എടുത്ത് കളയണ്ട, അതിരിക്കട്ടെ, നല്ലതാണ്. നിന്നെ കാണുമ്പോൾ 10 പേര് അറിയുമല്ലോ ഇത് ഒരു ക്രിസ്ത്യാനിയുടെ വീടെന്ന് അറിയുമല്ലോ, അതിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ അതില്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ച് നിങ്ങളുടെ കട്ടളക്കാൽ അടിച്ച് വെക്ക്, ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന് എഴുതി വെക്ക്, ക്രിസ്തു ഈ വീട്ടിലുണ്ടെന്ന് എഴുതി വെക്ക്, ഒരു കുഴപ്പമില്ല. ഇനി പറ്റിയില്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരനുണ്ടെങ്കിൽ ആ എഴുത്തുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ ചുമരിൽ എഴുതി വെക്ക്, ക്രിസ്തു ഈ വീടിൻ്റെ നായകന്, ഒരു തെറ്റുമില്ല. പക്ഷെ എഴുതി വെക്കുന്നതിലല്ല വിഷയം. ഈ ലോകത്തിലെ കഷ്ടത ജയിക്കണമെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ കട്ടളക്കാലിന്മേൽ എഴുതി വെക്കുന്നതല്ല വിഷയം, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വന്നാൽ, ഇന്ന് രാവിലെ എത്ര പേര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്? ഇവിടെ കർത്താവിൻ്റെ വചനവും പറയുകയാണ്, നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചാൽ, നിങ്ങളെന്നോട് ചോദിക്കുക, ദൈവദാസനെ, പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, എന്തോ ഇന്ന് രാവിലെ ഇങ്ങനെ സംസാരിക്കാൻ ചോദിച്ച ഒറ്റ ആൻസർ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകേണ്ടതിനാണ് ഇത് ഞാൻ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ, ആര്? യേശു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ലോകത്തെ ജയിച്ച ജയവീരനായ കർത്താവ്, യെശയ്യാവ് പറഞ്ഞവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാന പിതാവ്, നിത്യപിതാവെന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്. സമാധാന പ്രഭുവായിരിക്കും നമ്മുടെ ദൈവം, നിത്യപിതാവായിരിക്കും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ മന്ത്രിയായിരിക്കും നമ്മുടെ ദൈവം. നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇഷ്ടം പോലെ മന്ത്രിമാരുണ്ടല്ലേ? എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മന്ത്രിമാരുള്ളത്. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ സ്റ്റേറ്റ് കാർ മന്ത്രിമാർ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ ഏതെങ്കിലും മന്ത്രിസഭയിൽ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി എഴുന്നേറ്റതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ നിങ്ങളുടെ കാലത്തോ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? അങ്ങനെ ഒരു മന്ത്രിയില്ല. ദേവസ്വം ബോർഡിന് മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന് മന്ത്രിയുണ്ട്, വിദ്യാഭ്യാസത്തിന് മന്ത്രിയുണ്ട്, ഹെൽത്തിന് മന്ത്രിയുണ്ട്, ട്രാൻസ്പോർട്ടിന് മന്ത്രിയുണ്ട്, കർഷകർക്ക് മന്ത്രിയുണ്ട്, ഇതിനെല്ലാം മന്ത്രിമാരുണ്ട്. പക്ഷെ ഇന്ന് വരെ അത്ഭുതം ചെയ്യുന്ന ഒരു അത്ഭുത മന്ത്രി വന്നിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം, ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു കേട്ടോണം. അങ്ങനെ ഒരു മന്ത്രി ഈ ഭൂമിയിൽ വരുന്നത്, ഭരണമേറ്റെടുക്കുന്ന കാലം ഇനി അധികം താമസിക്കാതെ സംഭവിക്കും. ആ അത്ഭുത മന്ത്രി 2000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ യേശു കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യേശു അത്ഭുത മന്ത്രിയാണ്. എന്തുകൊണ്ടാണ് അത്ഭുത മന്ത്രി എന്ന് വിളിക്കാൻ കാര്യം? യേശു ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു അത്ഭുത മന്ത്രിയാണെന്ന് പറയാൻ എന്താ കാര്യം? യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ നിങ്ങൾ പഠിച്ചാൽ മതി. നാറ്റം വെച്ച ലാസറിൻ്റെ ശരീരത്തെ പുനർജീവനം കൊടുത്ത് കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന അത്ഭുതമല്ലേ? തിരമാലയും കാറ്റും പടകിനെ നേരെ അഴിഞ്ഞടിച്ചപ്പോൾ പടക് മറിഞ്ഞു വീഴാൻ തുടങ്ങുന്ന സമയത്ത് കാറ്റിനെ ശാന്തമാക്കിയത് അത്ഭുതമല്ലേ? കടലിനെ ശാന്തമാക്കിയത് അത്ഭുതമല്ലേ? തിരമാല അടങ്ങിയില്ലേ അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ? അത് അത്ഭുതമല്ലേ? നൈൻ എന്ന് പറയുന്ന പട്ടണത്തിൽ കൂടെ കർത്താവ് റോഡ് ക്രോസ് ചെയ്തു പോകുമ്പോൾ തന്നെ എതിരേറ്റ് വരുന്ന ഒരു പുരുഷാരത്തെ കണ്ടപ്പോൾ ആ പുരുഷാരത്തിനിടയിൽ ഒരു അമ്മ ഏങ്ങലടിച്ച് 2 പേരുടെ തോളിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവൻ ആ കാര്യം അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ? മഞ്ചം ചുമന്നുകൊണ്ട് വരുന്ന ആളുകളെ കണ്ടില്ലേ?
ആ അമ്മയ്ക്ക് അവൻ ഏക മകനെന്നും അവിടെ ഭർത്താവ് മരിച്ചു പോയതാണ്, അവൾ വിധവയാണെന്ന് യേശു അറിഞ്ഞിട്ട് അവളോട് മനസ്സലിഞ്ഞിട്ട് ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു മഞ്ചത്തെ തൊട്ട് സൗഖ്യമാക്കി. അത്ഭുതമല്ലേ? 5 അപ്പം കൊണ്ട് 2 മീന് കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട്, അവരുടെ ആ കുഞ്ഞുകുട്ടികളെ സ്ത്രീകളെയും പോഷിപ്പിച്ചിട്ട് 12 കൊട്ട മീതിയെടുത്തത് അത്ഭുതമല്ലേ? പത്രോസും കൂട്ടരും കൂടെ ആ തടാകത്തിൽ കഴിയുമ്പോൾ അർദ്ധരാത്രി വെള്ളത്തിന്റെ മീതെ നടന്നു ചെന്നത് അത്ഭുതമല്ലേ? എന്തിനാ? കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പോൾ പുറത്തിരുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് കോരുവാഴികൾ കൊണ്ടുപോയി വിരുന്നു കൊടുത്തപ്പോൾ അത് ശ്രേഷ്ഠമേറിയ വീഞ്ഞാക്കിയത് അത്ഭുതമല്ലേ? അതുകൊണ്ടല്ലേ പ്രവാചകൻ അന്ന് വിളിച്ചു പറഞ്ഞത് എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണെന്ന്. അങ്ങനെങ്കിൽ ഈ അത്ഭുത മന്ത്രി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഈ അത്ഭുത മന്ത്രി നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ അത്ഭുത മന്ത്രി നിന്റെ ക്രിസ്തീയ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ അത്ഭുത മന്ത്രിയെ നീ കൂട്ടുപിടിച്ചാൽ നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം നടക്കത്തില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതം നടക്കത്തില്ലേ? നല്ല വിദ്യാഭ്യാസം യേശു കൊടുക്കത്തില്ലേ? നല്ല സൗഖ്യം യേശു തരത്തില്ലേ? നിങ്ങളുടെ ബുദ്ധിമുട്ട് സ്വർഗത്തിലെ ധനത്തിന് ഒത്തവണ്ണം തീർത്തു തരത്തില്ലേ? യേശുവിൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ, അവൻ ലോകത്തെ ജയിച്ചവനാണ്, പാപത്തെ ജയിച്ചവനാണ്, ശാപത്തെ ജയിച്ചവനാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന പകല് നിങ്ങളുടെ അടഞ്ഞ വാതിലുകൾ എൻ്റെ അത്ഭുത മന്ത്രി തുറന്നു തരും. പ്രിയരെ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത നിലയിൽ തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത നിലയിൽ അടയ്ക്കുന്നവനുമായ അത്ഭുത മന്ത്രിയാണ് എൻ്റെ യേശു. ഇന്ന് രാവിലെ എൻ്റെ യേശുവിനെ ഞാൻ യേശുവേ യേശുവേ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. കാരണം യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഭയങ്കരമായ ഒരു സ്പിരിറ്റ്, ഭയങ്കരമായ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ അനുഭവിച്ചറിയുന്നുണ്ട്. കാരണം യേശു എൻ്റെ പിതാവാണ്, യേശു എൻ്റെ അത്ഭുത മന്ത്രിയാണ്. യേശു അത്ഭുത മന്ത്രിയായി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. യേശു എനിക്ക് അത്ഭുത മന്ത്രിയായി ഉള്ളത് കൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. യേശു എനിക്ക് അത്ഭുത മന്ത്രി ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വിട്ട ശ്വാസം ഞാൻ തിരികെ പിടിക്കുന്നത്. യേശു എനിക്ക് അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് യേശു എനിക്ക് അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കുന്നത് യേശു എനിക്ക് അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ്. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നത് യേശു എനിക്ക് അത്ഭുത മന്ത്രി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അത്ഭുത മന്ത്രി ചിലരെ നോക്കി പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് വാഴാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? ഇന്ന് രാവിലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ അകത്ത് പിശാചല്ല ഇരിക്കേണ്ടേ, നെഗറ്റീവ് എനർജി അല്ല ഇരിക്കേണ്ടേ, എൻ്റെ അകത്ത് പരാജയം അല്ല ഇരിക്കേണ്ടത്, ഞാൻ വഹിക്കുന്നത് ക്രിസ്തുവിനെ ആകട്ടെ. ഒരു സ്ത്രീ തൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന ഒരു കുഞ്ഞിനെ തൻ്റെ ഗർഭപാത്രത്തിൽ വഹിക്കുന്നത് പോലെ, സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ വഹിക്കും, കർത്താവ് നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങൾ മുടിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ഒരു ടവല് കൊണ്ട് ഒരു കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് അമ്മമാരോട് ചേർത്ത് പിടിക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്, മാറോട് അണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാകാൻ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകത്തിലെ കഷ്ടത കണ്ട് നീ പിന്മാറരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നീ പിന്മാറിപ്പോകരുത്. വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് നീ തിരിഞ്ഞു പോകരുത്. ഈ ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തെ ജയിച്ചവൻ ജയാളിയായി നമ്മോട് കൂടെയുണ്ട്. അവൻ കല്ലറയെ പൊട്ടിച്ചു പുറത്തു വന്നവൻ, റോമൻ ഇമ്പീരിയൻ മുദ്രകളെ തകർത്തു പുറത്തു വന്നവൻ, വലിയ ഭാരമുള്ള കല്ലിനെ നീക്കി പുറത്തു വന്നവൻ, അകത്ത് കിടന്ന ജീവനുള്ള കല്ല് ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ റോമക്കാർ വെച്ച പുറത്തെ ആ ജീവനില്ലാത്ത കല്ലിനെ നീക്കിയിട്ട് ജീവനുള്ള കല്ലായ ക്രിസ്തു ആ കല്ലറയ്ക്ക് പുറത്തു വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാ, നിന്റെ അകത്ത് ജീവനുള്ള കർത്താവ് ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ജീവനുള്ള ക്രിസ്തു ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ഉണ്ടെങ്കിൽ, ഏത് കല്ലിനെയും ഏത് ഇമ്പീരിയൻ മുദ്രകളെയും പൊട്ടിച്ച് നീ പുറത്തു വരുമെന്ന് ആത്മാവിന്റെ ദൂത് കൈമാറുകയാ.
നീ പുറത്തു വരാതിരിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരാതിരിക്കാൻ, നിന്റെ കുടുംബത്തിൽ നന്മ ഉണ്ടാകാതിരിക്കാൻ, നിന്റെ കൊച്ചിന്റെ വിവാഹം നടക്കാതിരിക്കാൻ, നിന്റെ കുഞ്ഞിന്റെ ഉദരഫലത്തിൽ ഒരു തലമുറ ജനിക്കാതിരിക്കാൻ പിശാച് ഉരുട്ടി വെച്ച കല്ലുകൾ, അതിന്റെ മേഖലകൾ ഇന്ന് പകൽക്കാല കർത്താവ് പൊട്ടിച്ചു കളയുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന കരയുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ്. യേശുവിന്റെ ആത്മാവിനാൽ നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തെ ജയിച്ചവനെ കൂട്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി പരാജയപ്പെടത്തില്ല. ഞാൻ ഇന്ന് രാവിലെ ചിലതിനെ നോക്കി പ്രവചിക്കുകയാ. ഞാൻ ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ദൂത് പറയുകയാ. ലോകത്തിലുള്ളവൻ അല്ല, ക്രിസ്തു സ്വർഗത്തിലുള്ളവനാണ്. സ്വർഗത്തിലുള്ള ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവ് വസിക്കുന്നത് കൈപ്പണിയായ ബിൽഡിങ്ങിലല്ല പ്രിയരെ, ഏതോ മുക്കിനും മൂലയിലും ഇരിക്കുന്ന കുരിശൻ തൊട്ടിക്കകത്തല്ല എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. നിന്റെ വീടിൻ്റെ മൂലക്കിരിക്കുന്ന രൂപക്കൂട്ടിനകത്തല്ല എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. എൻ്റെ കർത്താവ് ഏതെങ്കിലും മദ്ദുഹയ്ക്കകത്തോ കല്ലറയ്ക്കകത്തോ അല്ല എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. ഏതെങ്കിലും പള്ളികളിലോ പെന്തക്കോസ്ത് പള്ളികളിലോ അല്ല എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. എൻ്റെ കർത്താവ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്, എൻ്റെ അകത്താണ്. ഇൻ ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ, കർത്താവ് എൻ്റെ അകത്തുള്ളപ്പോൾ ഞാൻ ഇന്ന് പകൽ ഉറക്കെ പറയും, ഞാൻ പരാജയപ്പെട്ടവനല്ല, ഞാൻ തോറ്റവനല്ല, ഞാൻ ജയാളിയാണ്, ഞാൻ ജയിച്ചവനാണ്. കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് കഷ്ടത ഞാൻ വകവയ്ക്കുന്നില്ല. പൗലോസ് പറഞ്ഞത്, കർത്താവ് തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ശൗലായ കാലത്ത് അവൻ കർത്താവിനെ തള്ളി പറഞ്ഞെങ്കിൽ, പിന്നീട് ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ സകലതും ചപ്പും ചവറും എന്ന് എണ്ണുന്നു, എനിക്കുള്ളതിനൊക്കെ ഞാൻ ചവറായി എണ്ണുന്നു, ഞാൻ അതിനെ ഹല്ലേലൂയ ഒന്നുമില്ലെന്ന് ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടത് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ്. ആ പരമവിളിയുടെ ട്രാക്കിൽ എനിക്ക് ഓടി എൻ്റെ ഓട്ടം തികച്ച കിരീടം പ്രാപിക്കണം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, ഞാൻ ഇന്ന് പകൽക്കാലം എടുത്ത ഈ വാക്യം എനിക്ക് പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല. ദൈവമാണെങ്കിൽ നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും. ഇന്ന് രാവിലെ ആത്മാവിൽ എത്ര പേര് എൻ്റെ കൂടെ ചേർന്ന് സ്തോത്രം ചെയ്യും, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ ദൈവത്തിന് മഹത്വം പറയും? ഇന്ന് രാവിലെ എത്ര പേര് ഹൃദയം തുറന്ന് പരമാർത്ഥതയോടുകൂടെ ഈ സന്ദേശത്തിന് മുമ്പിൽ പറയും, കർത്താവേ നീ എന്നിലൊന്ന് വാഴണമേ, നീ എന്നിലൊന്ന് വാഴണമേ, എൻ്റെ മക്കളിലൊന്ന് വാഴണമേ, തലതെറ്റിയ തലതെറിച്ച എൻ്റെ കുഞ്ഞിൻ്റെ മേലൊന്ന് വാഴണമേ, വഴിതെറ്റുന്ന എൻ്റെ മോടമേലൊന്ന് വാഴണമേ, മദ്യപാനിയായ വെറിക്കൂത്തി കഴിയുന്ന എൻ്റെ ഭർത്താവിലേക്ക് നീ ഒന്ന് വാഴണമേ. എത്ര പറയും? അനുസരണമില്ലാത്ത നിന്റെ ഭാര്യയുടെ മേൽ യേശുവേ നീ ഒന്ന് വാഴണമേ എന്ന് പറഞ്ഞേ. എത്ര വട്ടം നീ ഉപദേശിച്ചിട്ടും നന്നാകാത്ത, നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിൻ്റെ മേൽ ആ വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും, ആ വിഷയത്തിൽ നീ വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇന്ന് പകൽ ഇങ്ങനെ പറ, കർത്താവേ എൻ്റെ ആ കുഞ്ഞിൻ്റെ മേൽ നീ ഒന്ന് വാഴണമേ. യേശു വാണാൽ, യേശു നമ്മുടെ അകത്ത് വാഴുവാൻ തുടങ്ങിയാൽ, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പുതിയ സൃഷ്ടിയാകുകയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിലെ കഷ്ടത കണ്ട് നീ പേടിക്കരുത്, കഷ്ടതയിൽ നിങ്ങൾ പതറിപ്പോകരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിൻ്റെ ഒരു എ പാർട്ടായിരിക്കും. അടുത്ത പോർഷൻ ഈ വാക്യത്തിൽ നിന്ന് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും. ഞാനിപ്പോൾ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ എത്ര പേര്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ നിന്നെ എനിക്ക് വേണം, യേശുവേ നിന്റെ കരുതൽ എനിക്ക് ആവശ്യമാണ് പറയാൻ തയ്യാറാണോ? യേശുവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. യേശുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരികയാ. ഇന്ന് രാവിലെ പറഞ്ഞാട്ട്, ലോകത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, ശാപത്തെ ജയിച്ച, കല്ലറയെ പൊട്ടിച്ച് പുറത്തു വന്ന കർത്താവ് എൻ്റെ ഉള്ളിൽ വാഴണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം, പ്രവചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടാകാൻ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞ കർത്താവേ, യെസ് ലോർഡ്, ഞങ്ങൾ ധൈര്യപ്പെടാൻ ഈ സന്ദേശം കാരണമാകട്ടെ. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ജനം അവർ ധൈര്യപ്പെടാൻ ഈ സന്ദേശം കാരണമാകട്ടെ.
ബന്ധനം അഴിയട്ടപ്പ, കെട്ട് അഴിയട്ടപ്പ, പോരുകൾ വിട്ടുമാറട്ടപ്പ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടപ്പ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടപ്പ. ഒരത്ഭുതം നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ, ഒരു വിടുതൽ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട, കരഞ്ഞ, പ്രാർത്ഥിച്ച ഈ ജനത്തെ നീ അനുഗ്രഹിക്കണേ. രോഗം മാറ്റണം, കടം മാറ്റണം, തകർച്ച മാറ്റണം, വഴി തുറക്കണം, ദൈവപദ്ധതി വെളിപ്പെടണം. പിതാവ് അങ്ങനെ ചെയ്യണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യപ്പെടുക. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.